BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനത്തിൽ തട്ടിയ RJDയിൽ പിളർപ്പിനുള്ള സാധ്യതയേറുകയാണ്. LDF നൽകിയ സീറ്റെണ്ണ നേതൃത്വം അംഗീകരിച്ചാൽ പാർട്ടി പിളർത്തി കോൺഗ്രസിലേക്ക് പോകാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. സുരേന്ദ്രൻപിള്ള, സംസ്ഥാന സെക്രട്ടറി സബാഹ് പുൽപ്പറ്റ എന്നിവരുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് യോഗം ചേർന്നു കഴിഞ്ഞു. വിവിധ ജില്ലാ പ്രസിഡന്റുമാരും യോഗത്തിൽ എത്തിയെന്നാണ് വിവരം. നിലവിൽ 3 സീറ്റുകൾ മാത്രമാണ് RJDക്ക് CPM നൽകിയിട്ടുള്ളത്. കൂത്തുപറമ്പ്, കൽപ്പറ്റ, വടകര എന്നീ മണ്ഡലങ്ങളിലാണ് RJD മത്സരിച്ചത്. ഇത്തവണയും അതേ മണ്ഡലങ്ങൾ തന്നെയാണ് CPM RJDക്ക് അനുവദിച്ചു നൽകിയത്. ഇതിൽ അതൃപ്തിയുള്ള വിഭാഗമാണ് പാർട്ടി പിളർത്താനുള്ള പദ്ധതിയിട്ടിരിക്കുന്നത്. 3 സീറ്റ് വാങ്ങി LDFൽ നിൽക്കാൻ തീരുമാനിച്ചാൽ പാർട്ടി പിളർത്താനാണ് ഇവരുടെ ധാരണ. 7-ാം തീയതി നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 3 സീറ്റ് എന്നത് അംഗീകരിക്കപ്പെട്ടാൽ പ്രതിഷേധിച്ചിറങ്ങി വരാനാണ് വിമത നേതാക്കളുടെ തീരുമാനം. ഇതിനകം തന്നെ പിളർപ്പ് ചർച്ച ചെയ്യാൻ എത്തിയ യോഗത്തിലെ നേതാക്കൾ ചില UDF നേതാക്കളുമായി ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം. അധിക സീറ്റ് എന്ന ആവശ്യം CPM അംഗീകരിക്കാതെ വന്നതോടെ വലിയ ക്ഷീണമാണ് RJDക്ക് ഉണ്ടായത്. 4-ാം സീറ്റായി കോളമായിരുന്നു RJD ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് CPM അംഗീകരിച്ചിട്ടില്ല. ഇതോടെ ഇടതുമുന്നണി വിടാനുള്ള നീക്കം പരാജയപ്പെട്ടതിന് പിന്നാലെ RJDയുടെ അധിക സീറ്റ് എന്ന ആവശ്യം പരാജയപ്പെട്ടിരിക്കുകയാണ്. വടകര, കൽപ്പറ്റ സീറ്റുകളെ ചൊല്ലി ധാരണയിലെത്താത്തതിനെ തുടർന്നാണ് RJDയുടെ UDF പ്രവേശനം എങ്ങും എത്താതെ പോയത്. നേരത്തെ ഇടതുമുന്നണി വിടണമെന്ന RJDയിലെ 4 ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടിരുന്നു. LDFൽ RJDക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് ശ്രേയാംസ് കുമാറും ആരോപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി CPIM കാലുവാരി എന്ന വികാരം പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്ന് ശ്രേയാംസ് കുമാർ ആരോപിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലടക്കം RJDക്ക് കൗൺസിൽ ഇല്ലാത്ത സാഹചര്യം ആദ്യമായാണെന്നും LDFൽ നിന്ന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ മുന്നണി വിടില്ലെന്ന തന്നെയാണ് നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.